നമുക്കൊരു കാര്യം ചെയ്യാം. കനകാന്റി കൊണ്ട് നല്ല ആടിപ്പൊളി മീൻ കുളമ്പം ഉണ്ടായിപ്പിക്കാം. എന്താ പറയുന്നേ? കനകാന്റിയെ കൊണ്ടാ? കനകാന്റിയെ കൊണ്ടുണ്ടാക്കിച്ചാ അത് തമിഴ്നാട് സ്റ്റൈലേ പോലെ. നമുക്ക് നല്ല നാടൻ സ്റ്റൈലെ മീൻ കറി. നമുക്ക് കാര്യം ചെയ്യാം. കനകാന്റി കൊണ്ട് തമിഴ്നാട് നാടൻ സൈഡിലുള്ള മീൻ കുളമ്പ് അത് വെപ്പിക്കാം. അത് സൂപ്പർ ആയിരിക്കില്ലേ? കേരള നാടൻ എന്ന് പറഞ്ഞാൽ കേരള നാടായി. ഓ ശരി, വെക്കാവടേ. അങ്ങോക്കെ അല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് വെച്ചാണ്ടല്ല അല്ല സ്വയംവരായിട്ടിരിക്കും. മപ്പന്നിരിക്കും അല്ലേടേ? എന്തല്ലേ തന്നെ. കനകാന്റി കണ്ടത് അല്ല പെട്ടക്കണ സാധനം പെടച്ച വെള്ളം തിറങ്ങി. ഇത് വലിയ മീനാണല്ലോ. മുമ്പോയി ഈ വലിയ മീനിനെ കൊണ്ടുപോയിട്ട് നല്ല നാടൻ സ്റ്റൈലില് കോട്ടംപുളിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് വെയ്യങ്ങോട്ട്. ആര് വെക്കും? അമ്മൂമ്മ വെക്കും. രണ്ടുപേരൂടെ അങ്ങ് വെച്ചാ മതി. എനിക്ക് വയ്യ. അന്തരം മുമ്പ് അങ്ങനെ പറഞ്ഞപ്പോ നമ്മളെന്ത് ചെയ്യും? എന്നെ കൊണ്ട് വയ്യ വെക്കാന്. ഇത് ഒരുപാട് മീനുണ്ടല്ലോ. രാവിലെ തൊട്ട് ചൂണ്ടിടാൻ പോയിട്ട് ഇതിനെയാ കിട്ടിയത്. വേറെ കൊറേയൊക്കെ കിട്ടി. ചെറിയ മീനായോണ്ട് തിരിച്ചു വിട്ട് പാവം തോന്നിട്ട്. മാത്രല്ലേ ചേച്ചി, എന്തെന്ന് മനസ്സിലാവുന്നില്ല. മീനൊക്കെ പണ്ടത്തെ പോലെ ചൂണ്ടയിലേക്ക് കുരുക്കാനായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. ഇഗ്നോർ ആക്കി വിടുന്നെ. മീനൊക്കെ ബുദ്ധി വെച്ചാണ്. തമാശയാണോ കേട്ടെ? ഒന്നും കൂടെ ഒന്ന് പറയോ ചിരിക്കാനായിട്ട് പ്ലീസ്. ഒന്നും കൂടെ ഒന്ന് പറ പ്ലീസ്. കളിയാക്കല്ലേ? ഓ ചേച്ചി അപ്പൊ എങ്ങനെ? എന്തെങ്ങനാന്ന്? വെട്ടി പീസാക്കി കറി വെക്കല്ലേ? പോടോടന്ന് എന്നെ കൊണ്ടൊന്നും പയ്യ വെട്ടി വൃത്തിയാക്കി കറി വെക്കാനൊന്നും. ചേച്ചി കറി വെക്കാതെ പിന്നെ വേറെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നീ വെട്ടി വൃത്തിയാക്കിത്താ, കറി ഞാൻ വെക്കാം. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. കേശു നിങ്ങൾ വെട്ടാൻ കൊടുക്ക്. ചേച്ചി കറി വെച്ചങ്ങ് തള്ളും അല്ലേ ചേച്ചി? അതെ, അങ്ങ് വെട്ടിമുറിച്ചു കൊടുക്കും. ഞാൻ വെല്ലം വിളിച്ചാൻ പറയും. മീൻ പിടിക്കാൻ ഞാൻ മീൻ വെട്ടി പീസാക്കി തരാൻ ഞാൻ. നമ്മുടെ കറിയും കൂടെ ഞാനങ്ങ് വെക്കാം. കേശു ഞാൻ വെച്ച് കൊടുക്കവാ. വേണ്ട കനകാന്റി, തമിഴ്നാട് സ്റ്റൈലായി പോകും. എനിക്കിപ്പോ അത് കഴിക്കാൻ ഒരു മൂടില്ല. ഉണ്ടാ എനിക്ക് കേരള സ്റ്റൈലിൽ നല്ല വെക്ക തരും. വേണ്ട ചേച്ചി വൈ, ഞാൻ കറി പീസാക്കി തരാം. ആയിക്കോട്ടെ, വൃത്തിയാക്കി കൊണ്ടുപോവാ, ഞാൻ കറി വെച്ച് തരാം. എടാ പോണോ അടിയും കുത്തി? എടാ പോണ്. ഞാനേ ഇത്ര നേരം നമ്മള് മീൻ പിടിച്ചിട്ട് വല്ലാത്തൊരു ഉഷ്ണം. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ മീനിലേക്ക് കത്തെടുത്ത് ഇങ്ങനെ ഒരാച്ച വെട്ടുമ്പോഴത്തേക്കും ഞാൻ എത്തും. ശിവയാണ് പറയുന്നത് കേട്ടാ. മക്കളെ ഇത് പിടി. നീ എവിടെ മീൻ പിടിച്ച്? ഞാൻ സപ്പോർട്ട് ചെയ്തു. എനിക്ക് പ്രഷർ ഉണ്ട്. വോട്ട് ഞാൻ പോട്ട്. ചേട്ടാ ഈ മീൻ കുഞ്ഞു പീസായിട്ട് കട്ടിയാണേ. ഇതിലും ചെറുതായിട്ടോ? ശരി, ഇതൊന്ന് പിടിച്ചേ. ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ചടിച്ചട്ടി കൈ തന്നിട്ട് പോ. വെട്ടും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. തുടങ്ങിയല്ലേ? നമുക്ക് മീൻ വെട്ടാൻ തന്നാ നമ്മള് വെട്ടൂലല്ലേ? ശരി, ശരിയാക്കി തരാം. കറി വെക്കുമ്പോ ഓരോ കുളമായല്ല. പിന്നെ റെഡി. കല്ലിലും തിന്നു. എന്താ പിന്നെ കട്ടാവത്തെ? കളിക്കണടാ. കുപ്പിയ എന്താ പാറപ്പടയിലെ നിനക്കൊക്കെ വേണ്ടി ബാറ് തുടങ്ങിയ? അതാ ഇനിയിപ്പോ വിഷം വല്ല അടിച്ചു ചത്ത മീനാണോ? ലോ ഫെയിലിയർ അടമനി. ഇതിൽ കൂടെ എങ്ങനെ കേറിയത്? ലെറ്ററോ? സൂസൈഡ് ലെറ്ററാ?
ലെറ്ററൊക്കെ എഴുതി വെച്ച് ചാവാൻ പഠിച്ച മീൻ. മലയാളം അപ്പൊ സ്കൂളിൽ പോണ മീൻ. എന്റെ ദുഃഖം ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. എടാ പാവം, എനിക്ക് പേടിയാവുന്നു. ഒറ്റപ്പെടൽ അനുഭവിച്ച മീനാണ്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ഓ ലക്ഷ്മി, മീനൊക്കെ ലക്ഷ്മി ലച്ചേച്ചിയാ? കയ്യക്ഷരം ചേച്ചി എന്തിനാ ഇങ്ങനെ എഴുതിയേ?